സാധാരണ ഒരു സർവേ പോലെയല്ല. നമ്മൾ പല സർവേ ഫലങ്ങളും കാണാറുണ്ട്, പല ഏജൻസികൾ കൊണ്ടുവരുന്നത്. അതുപോലെയല്ല, ഇത് നമുക്കൊരു MLA ആണെങ്കിൽ MLA കൃത്യമായി വിലയിരുത്താം. MLAയുടെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, അവർ നിയമസഭയിൽ ഏതൊക്കെ തരത്തിലാണ് പെർഫോം ചെയ്തത്. കാരണം തീർച്ചയായും, കാരണം നമ്മൾ നിയമസഭയിൽ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ MLA ഒരുപക്ഷെ മണ്ഡലത്തിൽ ജനകീയനാണ്. മണ്ഡലത്തിൽ ജനകീയനായി എളുപ്പമാണ്. കല്യാണ വീടുകളിൽ പോയാൽ മതി, മരണ വീടുകളിൽ പോയാൽ മതി. പക്ഷെ അങ്ങനെയല്ല. നിയമസഭയിൽ, നിയമനിർമ്മാണ സഭയിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അവിടെ പ്രസംഗിക്കാത്ത എത്രയോ MLA-മാരുണ്ട്. ഇതിനകത്ത് ഒരു വിമർശനം പറയാൻ സാധിക്കുക റോഷി, ഇതിലൊരു വിമർശനമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇത് നോക്കി ജയസാധ്യതയെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ മട്ടന്നൂർ മണ്ഡലത്തിൽ KK ശൈലജ ടീച്ചർ ഇതിനകത്ത് എവിടെയും വന്നിട്ടില്ല. ഈ 30 പേര് ശൈലജ ടീച്ചറില്ല. ഇത് നോക്കിയിട്ട് ശൈലജ ടീച്ചറുടെ പറയാൻ പറ്റില്ല. ധർമ്മട മണ്ഡലത്തിൽ ഇല്ല. പിണറായി വിജയൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 10ോ 15ാം സ്ഥാനത്താണ്. 17ാം സ്ഥാനത്താണ്. സ്വാഭാവികമായിട്ടും ധർമ്മടത്തെ വിജയസാധ്യതയോ ധർമ്മടത്ത് CPM-ന് കിട്ടാമെന്ന വോട്ടോ ഇതിനകത്ത് പ്രതിഫലിക്കണം. അങ്ങനെയല്ല. പക്ഷേ ഇതാ നോക്കൂ, ഇനി വോട്ട് ചെയ്യാനുള്ളവർ ഓരോ മണ്ഡലങ്ങളിലും അവരവരുടെ MLA-ക്ക് മാർക്ക് ഇടാനുള്ളവർ ഇതാ ബാക്കിയുണ്ടെങ്കിൽ റിപ്പോർട്ടിന്റെ സ്ക്രീനിന്റെ സൈഡിൽ നമുക്ക് QR കോഡ് കാണാം. ഇപ്പോൾ തന്നെ ഫോൺ എടുക്കൂ, വോട്ട് ചെയ്യൂ, നിങ്ങളുടെ MLA-ക്ക് മാർക്ക് ഇടും.